ഓം നമഃ ശിവായ. പുരുഷാർത്ഥ ചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാരഭൂതനായി കൈലാസവാസനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരന്റെ ശ്രീമത്പാധാരബന്ധങ്ങളെ സർവകാലവും ഹൃദയകമലകർണികാ മധ്യത്തിങ്കലമ്മാറു വെച്ച് നിശ്ചയഭക്തി പുരസ്സരമാകും വണ്ണം ഉപാസിച്ചു കൊള്ളണം. ആയതുകൂടാതെ കണ്ട് മറ്റ് അസാരങ്ങളായി, അനിത്യങ്ങളായി, അല്പസുഖപ്രദങ്ങളായി, അവസാന വിരസങ്ങളായി, ദുഃഖമിശ്രിതങ്ങളായി, ദുരിതോതർക്കങ്ങളായിരിക്കുന്ന സംസാര സാഗര തരംഗങ്ങളിൽ സാരബുദ്ധ്യാ പരിഭ്രമിച്ച വൃഥാ തന്നെ കാലക്ഷേപം ചെയ്തു പോയാൽ ദുരിതമാതിരിക്കമല്ലാതെ മറ്റൊരു ഫലം വരുവതല്ല. ഈശ്വരനെ സേവിക്ക എന്ന് വരുന്ന സമയത്തിങ്കൽ തൽ സേവാമാർഗങ്ങളും പല പ്രകാരേണയുണ്ട്. ശ്രീ മഹാദേവാലയങ്ങളിൽ പ്രദക്ഷിണം, പ്രതിമാർച്ചനം, സ്വരൂപധ്യാനം, നാമസങ്കീർത്തനം, കഥാശ്രവണം, കഥാപ്രസംഗം എന്നുള്ളതിൽ ഈ കലിയുഗത്തിങ്കൽ കഥാപ്രസംഗത്തോളം നന്നല്ലതേ മറ്റൊന്നും. കഥ പറയുക എന്ന് വരുന്ന സമയത്തിങ്കൽ കഥ പറയുക എന്ന് വരുന്ന സമയത്തിങ്കൽ കഥ എന്ന് പറയുന്ന സമയത്തിങ്കല് കുറെ കാര്യങ്ങളിൽ നോക്കാനുണ്ട്. ഷഡ്ഗുണങ്ങൾ പ്രതിമനെയും ഷഡ്ഗുണങ്ങൾ നൃത്തങ്ങളെയും സാസ്യാനിർണങ്ങളെയും അവസരങ്ങളെയും എല്ലാം നോക്കി വേണം കഥ പറയുക എന്ന് പറയുന്നത്. ഈ സഭയിൽ വെച്ച് തന്നെ പറയണമെങ്കിൽ മഹാബ്രാഹ്മണരെയും ഭക്തന്മാരെ കൊണ്ടും നിറയപ്പെട്ട സഭാമധ്യത്തെ പ്രാപിച്ച് പഠിച്ച വണ്ണം പ്രസംഗിക്കുക എന്ന് വരുന്ന സമയത്തിങ്കൽ തൽ സേവാമാർഗങ്ങളും പല പ്രകാരേണയുണ്ട്. മൽ ഗുരുഭൂതം നിയോഗാൽ ഗുരുകാരുണ്യലക്ഷ്മി നിയോഗാൽ. എങ്കിലോ പണ്ട് കൈലാസവാസനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരന്റെയും ശ്രീ പാർവതീദേവിയുടെയും പുത്രനായിരിക്കുന്ന ഗണേശന്റെ വിവാഹത്തെ പറ്റി ചിന്തിക്കുന്ന പാർവതീദേവി തൻ്റെ ആഗ്രഹത്തെ കുറിച്ച് മഹാദേവനോട് അറിയിപ്പൂതം ചെയ്തു. എന്താ പറഞ്ഞതാണെങ്കിൽ, നമ്മുടെ പ്രിയാത്മജൻ ഗണനായകൻ തൻ്റെ മഹാദേവന്റെയും ശ്രീ പാർവതീദേവിയുടെയും പുത്രനായിരിക്കുന്ന ഗണേശൻ, ആ ഗണേശത്തിന്റെ ബാല്യത്തെ പിന്നിട്ടല്ലോ പറഞ്ഞ ഗണേശന്റെ കുസൃതികളും കുറുമ്പുകളും എല്ലാം വിട്ട് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പുറപ്പെട്ടു. അതാണ് പറയണത്, ബാല്യത്തെ പിന്നിട്ടല്ലോ. ജഗദാനന്ദി സ്വാമിൻ. ജഗദാനന്ദി എന്ന് പറഞ്ഞാൽ സകല പ്രപഞ്ചത്തിന്റെയും നാഥനായിരിക്കുന്ന മഹാദേവൻ. ആ മഹാദേവന്റെ സ്വാമിയോട് മഹാദേവനോട് അറിയിപ്പൂതം ചെയ്തു. എന്താ പറഞ്ഞത്? വിഘ്നരാജന്റെ പാണിഗ്രഹണം, ഗണേശന്റെ പാണിഗ്രഹണം, ഗണേശന്റെ കല്യാണം, വിഘ്നരാജന്റെ പാണിഗ്രഹണം കൊണ്ടാടുവാൻ അതിഗംഭീരമായി തന്നെ വിഘ്നേശ്വരന്റെ കല്യാണം നടത്തിയിടുവാൻ മോഹമൻ ചിത്തേ ഭാരം വളർന്നിടുന്നു ശംഭോ. പാർവതീദേവിയുടെ മനസ്സിൽ അതിമോഹമായിട്ട് തൻ്റെ മനസ്സിൽ ഗണേശന്റെ കല്യാണം തൻ്റെ മനസ്സിൽ സ്വപ്നവും ആഗ്രഹവുമായി താലോലിച്ച് അത് വലിയൊരു ആഗ്രഹമായി തീർന്നിരിക്കുന്നു. ആ ആഗ്രഹം നടത്തിയിടുവാൻ മഹാദേവനോട് അറിയിപ്പൂതം ചെയ്തു. മഹാദേവൻ ശ്രീ പാർവതീദേവിയുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ ഗിരിമകളോട് ഉര ചെയ്തു. എന്താ പറഞ്ഞതെന്നാണെങ്കിൽ, ഗിരിസുതേ സുഹാസിനി, നിന്റെ വചനങ്ങളെല്ലാം ഉചിതം തന്നെ. നമ്മുടെ പ്രിയപുത്രന്റെ പാണിഗ്രഹണം ഉടനെ തന്നെ അതിഗംഭീരമായി തന്നെ, അതും ആർഭാടമായി തന്നെ നടത്തിയിടണം. പക്ഷേ ഗണേശന് ചേർന്ന ഉചിതമായ ഭാര്യമാരാരെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ കണ്ടുപിടിക്കുക? അതിസുന്ദരനായിരുന്ന അതും അതിബുദ്ധിമാനായിരുന്ന ഗണപതിക്ക് ചേർന്ന ഒരു വധുവിനെ കാണണ്ടേ? അത് കണ്ടുപിടിക്കണം എന്ന് പാർവതി ദേവിയോട് പറയുമ്പോഴേക്കും അതാ നാരദരെ കാണുന്നു. ആ നാരദരെ കണ്ടപ്പോ
പാർവതി ദേവിയോട് മഹാദേവൻ അരുളി ചെയ്തു. ഇതാ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഗണേശന്റെ ഭാര്യമാരാണെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞിടാമെന്ന് പറഞ്ഞ് ഗണേശന്റെ വരവും കാത്ത് മഹാദേവൻ ഇങ്ങനെ കാത്തു നിന്നു. അല്ലയോ നാരദരെ, മഹാമുനിയെ, അങ്ങ് എഴുന്നള്ളിയ സമയം ഉചിതം തന്നെ. നമ്മുടെ പ്രിയപുത്രൻ ഗണേശന്റെ വിവാഹം ഉടനെ നിശ്ചയിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിനാൽ എന്താ, വധുമാരെ ആരാണെന്ന് അങ്ങ് തന്നെ ആലോചിച്ച് മനസ്സിലാലോചിച്ച് പറഞ്ഞാലും. അങ്ങനെ നാരദർ അതിസന്തോഷത്തോടുകൂടി മഹാദേവനോട് അരുളി ചെയ്തു. എന്താ പറഞ്ഞതെന്നാണെങ്കിൽ, വാരണാസ്യനായി പത്മസംഭവൻ മുന്നേ തന്നെ, വാരണാസ്യനായി എന്ന് പറഞ്ഞാൽ സകല പ്രപഞ്ചത്തിന്റെയും വിധാതാവായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മദേവൻ. ആ ബ്രഹ്മാവ് മുന്നേ തന്നെ നിശ്ചയം ചെയ്ത വരവർണിനീ രത്നങ്ങളാം എന്ന് പറഞ്ഞ കന്യാരത്നങ്ങളായ സിദ്ധിയും ബുദ്ധിയും. ആരൊക്കെയാണ് കന്യാരത്നങ്ങളായ സിദ്ധിയും ബുദ്ധിയും? അത് മഹാദേവന്റെ പുത്രനായിരിക്കുന്ന ഗണനായകന് അത്യധികം ചേരുന്ന രണ്ട് പത്നിമാരാണ് സിദ്ധിയും ബുദ്ധിയും. അവരുടെ വിവാഹം ഉടനെ തന്നെ വേഗം തന്നെ നടത്തിയിടണം മഹാദേവ ശംഭോ ശങ്കര. ഇങ്ങനെ പറഞ്ഞ നാരദരോട് മഹാദേവൻ അത്യധികം സന്തോഷത്തോടു കൂടി അരുളി ചെയ്തു. എന്താ പറഞ്ഞത്? അല്ലയോ നാരദരെ, എന്നാ വേഗം തന്നെ ആ ഗണേശനോട് പോയി ചെന്ന് നമ്മുടെ അഭിപ്രായവും അങ്ങയുടെ അഭിപ്രായവും ദേവന്മാരുടെ അഭിപ്രായവും പിന്നെ ബ്രഹ്മാവിന്റെ അഭിപ്രായവും എല്ലാം കൂടിയിട്ട് താങ്കള് വേഗം ചെന്ന് ഗണേശനോട് അറിയിപ്പൂതം ചെയ്താലും എന്നോ. നാരദർ വേഗം ചെന്നിട്ട് ഗണേശന്റെ സമീപത്തേക്ക് ഇങ്ങോട്ട് ചെന്നു. അവിടെ എപ്പോഴെപ്പോഴോ ഗണനായകൻ അത്യധികം സന്തോഷത്തോടെ നാരദരെ വരവേറ്റു. അല്ലയോ നാരദരെ, അങ്ങ് വന്നത് എൻ്റെ മനസ്സിന് സാന്ദ്രമോധായി പൂരിതമായി അത്യധികം സന്തോഷമുണ്ടായിരിക്കുന്നു. അങ്ങ് വന്ന വൃത്താന്തമെല്ലാം നമ്മളോട് പറഞ്ഞാലും. നാരദർ ഒന്ന് പരുങ്ങി. എന്താ കാരണം? ഗണേശനോടൊക്കെ പറയണ്ടേ. അപ്പോ ഗണേശ, ഞാൻ വന്നത് കൈലാസത്തിൽ നിന്നും ഒരു ദൂതുമായിട്ടാണ്. ഗണപതിയുടെ വിവാഹം മാതാവും പിതാവും കൂടി ഒന്ന് ഉറപ്പിച്ചു. പക്ഷേ അത് ഗണപതിയുടെ ആഗ്രഹവും കൂടി നോക്കിയിട്ട് വേണമല്ലോ ഈ വിവാഹം നടത്തണമെങ്കിൽ. സിദ്ധിയും ബുദ്ധിയുമായിട്ടുള്ള നല്ല കന്യകമാരായിട്ടുള്ള രണ്ട് സുന്ദരിമാരായിട്ടുള്ള സിദ്ധിയും ബുദ്ധിയും, ആ സിദ്ധിയും ബുദ്ധിയുമായുള്ള വിവാഹം അങ്ങുമായിട്ട് നടത്തിയിടണം എന്നാണ് അങ്ങയുടെ മാതാവിനും പിതാവിനും ആഗ്രഹമെന്ന് നാരദര് മഹാഗണേശനോട് പറഞ്ഞു. അപ്പോഴോ മഹാഗണപതി എന്താ പറഞ്ഞതെന്നാണെങ്കിൽ, അല്ലയോ നാരദരെ, നമ്മുടെ ആഗ്രഹവും അങ്ങനെ തന്നെ, നമ്മുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആഗ്രഹം പോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹവും. ഉചിതമായ മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ വിവാഹം നടത്തണം എന്നാണെങ്കിൽ സകല ദേവന്മാരുടെയും സാന്നിധ്യം ഇവിടെ ആവശ്യമുണ്ടെന്നും, പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന്, അവിടെ ഒരു വിഘ്നമുണ്ടല്ലോ എന്ന് ഗണനായകൻ പറഞ്ഞു. വിഘ്നേശ്വരനും വിഘ്നങ്ങളോ? നാരായണ നാരായണ. ഇങ്ങനെ നാരദർ പറഞ്ഞപ്പോ ഗണനായകൻ എന്താ പറഞ്ഞതെന്നാണെങ്കിൽ, അല്ലയോ നാരദരെ, ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നാണെങ്കിൽ, സിന്ധു എന്ന രാക്ഷസന്റെ കാരാഗ്രഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആര്? ദേവന്മാരെല്ലാവരും. എല്ലാ ദേവന്മാരെയും കാരാഗ്രഹത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടുന്ന് ദേവന്മാരെ എല്ലാവരെയും മോചിപ്പിക്കണം എന്ന് ഗണപതി നാരദരോട് പറഞ്ഞു. പക്ഷേ സിന്ധുവിന് ഒരു അവസരം കൂടി കൊടുക്കാമെന്ന് പറഞ്ഞ് ഗണപതി നാരദരോട് പറയുകയും, പക്ഷേ അതിനൊരു ദൂതുമായിട്ട് സിന്ധുവിന്റെ അടുത്തേക്ക് പോകുവാൻ ഒരു ദൂതനെ കിട്ടുകയും വേണമെന്ന് നാരദരോട് പറഞ്ഞു. എന്നാൽ ആ ദൂതൻ ആരാണെന്നും പറഞ്ഞു. നന്ദികേശ്വരനാവണമെന്നും നാരദരോട് പറഞ്ഞു. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് നന്ദികേശ്വരനോട് പറയാൻ വേണ്ടിയിട്ട് ഒരു ദൂതനെ അറിയിപ്പൂതം ചെയ്തു. അങ്ങനെ നമുക്ക് നന്ദികേശ്വരനെ കുറിച്ച് അറിയാം. നന്ദികേശ്വരൻ എന്നാണെങ്കിൽ ഒരു കൈലാസത്തിന്റെ ഒരു ഭാഗത്തിരുന്ന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ആലോചിക്കണെന്നാണെങ്കിൽ, സ്വന്തം സ്ഥാനം നന്ദികേശ്വരനായി എന്ന സ്ഥാനം എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ
ജനനം എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, എവിടെയാ തൻ്റെ ജനനം? തൻ്റെ ജനനം ഒരു പാടത്ത് വെച്ചിട്ടായിരുന്നു, വയലിൽ വെച്ചായിരുന്നു. ആരുടെ? നന്ദികേശ്വരന്റെ ജനനം. നന്ദികേശ്വരൻ അങ്ങനെയാണ് കാളയുടെ രൂപമായത്. തൻ്റെ സ്വന്തം 7 വയസ്സ് കഴിഞ്ഞപ്പോൾ തൻ്റെ ആശ്രമത്തിലേക്ക് മിത്രാവരുണന്മാർ വന്ന് നന്ദികേശ്വരന്റെ മരണം അടുത്തുമെന്നും അച്ഛനോട് പറഞ്ഞു. അത് കേട്ട് അച്ഛൻ ഏറെ ദുഃഖിച്ചു. അച്ഛൻ്റെ സങ്കടം മാറ്റുവാനായിട്ട് ഈ നന്ദികേശ്വരൻ എന്ത് ചെയ്തു? മഹാദേവനെ തപസ് ചെയ്തു. വർഷങ്ങളോളം കാലങ്ങളോളം തപസ് ചെയ്ത് തൻ്റെ മരണം ഇല്ലാതായിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലം തപസ് ചെയ്തു. അങ്ങനെ ഒരിക്കൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് വരമാണ് നൽകിയതെന്നറിയോ? എന്താണെന്നറിയോ? മഹാദേവൻ ഉള്ളിടത്ത കാലം മഹാദേവന്റെ വാഹനമായിട്ട് നന്ദികേശ്വരന് ഇരിക്കാമെന്നും പിന്നെ സകല ഭൂതഗണങ്ങളുടെയും നാഥനമായിട്ട് ഇരിക്കാമെന്നും വസിക്കാമെന്നും മഹാദേവൻ വരം നൽകി. അങ്ങനെയാണ് ആര്? നന്ദികേശ്വരൻ എന്ന പേര് വന്നത്. അപ്പോഴാണ് ഒരു ദൂതൻ വന്നിട്ട് പറയുന്നത്, ഗണേശൻ നന്ദികേശ്വരനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ദൂതൻ വന്ന് പറയുകയും നന്ദികേശ്വരൻ അങ്ങനെ ഗണേശന്റെ സമീപത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ നന്ദികേശ്വരൻ ഗണപതിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ, അല്ലയോ ഗണേശ, വിഘ്നേശ്വര, ഗണനായക, അങ്ങ് നമ്മെ വിളിപ്പിച്ചതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാലും നന്ദികേശ്വരന് ഈ ത്രിലോകത്തും ഒരു കാര്യവും അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയുകയും ഗണേശന്റെ ആഗ്രഹവും എന്താണെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞ് നന്ദികേശ്വരൻ ഗണേശനോട് പറഞ്ഞു. അങ്ങനെ ഗണേശൻ നന്ദികേശ്വരനോട്, അല്ലയോ ഗണേശ, നമുക്കൊരു സഹായം വേണമല്ലോ. ഈ സിദ്ധിയുടെ രാക്ഷസൻ എന്ന സിന്ധുവിന്റെ അടുത്തേക്ക് ചെന്ന് എന്ത് പറയണം? അടുത്തേക്ക് ചെന്ന് ഈ സകല ദേവന്മാരെയും മോചിപ്പിക്കണം എന്ന് പറയണം. അതിന് നീ അവിടെ പോയി ചെന്ന് ആ രാക്ഷസനെ കണ്ട് ഒരു വാക്ക് അരുളി ചെയ്യണം. പക്ഷേ അവൻ നിരസിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചു പോരണം എന്നും പറഞ്ഞു. എന്തിനാന്നറിയോ? ഗണപതിക്ക് സിന്ധുവിനെ കൊല്ലാൻ സിന്ധുവിന് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. എന്തിന്? തൻ്റെ അഹങ്കാരങ്ങളും എല്ലാം മാറ്റി വെക്കാനായിട്ട് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അതിനും അവൻ തയ്യാറല്ല എങ്കിൽ സിന്ധുവിനെ കൊല്ലാതെ വേറെ വഴിയില്ല ഗണപതിക്ക്. അല്ലാതെ തൻ്റെ ദേവന്മാരെയൊന്നും ഗണപതിക്ക് മോചിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ നന്ദികേശ്വരൻ സിന്ധുവിന്റെ സമീപത്തേക്ക് പുറപ്പെട്ടു. ഇനി നമുക്ക് സിന്ധുവിന്റെ ഭാഗത്ത് നോക്കാം. സിന്ധു ആണെങ്കിൽ സ്വയം അഹങ്കരിച്ച് എല്ലാം നേടിയ പോലെ അപ്പോൾ അവിടെ വസിക്കുകയാണ്. സ്വയം ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ ആലോചിക്കണെന്നാണെങ്കിൽ, ഞാനിപ്പോ അതിസന്തുഷ്ടനാണ്. ആര്? സിന്ധു അതിസന്തുഷ്ടനാണ്. എന്താ കാരണം എന്നാണെങ്കിൽ, ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും മനുഷ്യന്മാരെയും പശുക്കളെയും എല്ലാം സേവിക്കുന്ന ആളുകളെ എന്ത് ചെയ്തു? കൊല്ലാൻ ഏർപ്പെടുത്തി. അതും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെന്താ ചെയ്തത്? എങ്ങനെ ഈ ഇത്രയും കാര്യങ്ങൾ സകല ത്രിലോകങ്ങളും കൈയടക്കിയതെന്ന് വെച്ചാണെങ്കിൽ, തൻ്റെ 7-ാം വയസ്സിൽ തന്നെ, തൻ്റെ ചെറുപ്പകാലം തന്നെ എല്ലാ വലിയ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ശക്തിമാനും കൂടി ആയിരുന്നു ആര്? സിന്ധു. അങ്ങനെ സിന്ധു ത്രിലോകവും പാതാളവും ഭൂമിയും എല്ലാം കീഴടക്കാനായിട്ട്, എല്ലാവരുടെയും ജയിക്കാൻ വേണ്ടിയിട്ട് സൂര്യഭഗവാനെ തപസ് ചെയ്തു. പെരുവിരൽ നിന്ന് ശുക്രന്റെ ഓരോരോ വചനങ്ങൾ, ഓരോരോ മന്ത്രങ്ങൾ കേട്ട് അതിനനുസരിച്ച് സിന്ധു സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചു, തപസ് ചെയ്തു. അങ്ങനെ ഒട്ടേറെ അനവധി കാലങ്ങൾ കഴിഞ്ഞിട്ടും സിന്ധു അനങ്ങിയില്ല. മഴയും വെയിലും കാറ്റും എല്ലാം വന്നിട്ടും സിന്ധുവിന് നിൽക്കും ഭവിക്കാത്തത് കണ്ടപ്പോൾ സൂര്യഭഗവാൻ സിന്ധുവിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് വരം നൽകി. എന്താ വരം എന്നാണെങ്കിൽ, മനുഷ്യർക്കും ദേവന്മാർക്കും ഇഴജന്തുക്കൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? സിന്ധുവിനെ കൊല്ലാൻ പറ്റില്ല. പിന്നെ പകലെന്നോ രാവിലെയെന്നോ രാത്രിയിലും കൊല്ലാൻ പറ്റില്ല. പിന്നെ എപ്പോഴാ കൊല്ലാൻ പറ്റുക? സൂര്യഭഗവാൻ ഒരു കുംഭം
കഴുത്തിൽ അണിയാൻ കൊടുത്തിരുന്നു. ആ കുംഭം ഉള്ളെടുത്തു കാലം ഈ സിന്ധുവിനെ ആർക്കും വധിക്കാനാവില്ല. പക്ഷേ ഒരു ദിവസം ദേവന്മാരായി വന്ന് ദേവന്മാരുടെ ഗണത്തിൽപ്പെട്ട ഒരാൾ വന്ന് ഈ സിന്ധുവിന്റെ കഴുത്തിൽ കിടക്കുന്ന കുംഭം പൊട്ടിച്ചെറിഞ്ഞ് നിന്നെ വധിക്കുമെന്നും ആര് പറഞ്ഞു? സൂര്യഭഗവാൻ പറഞ്ഞു. ഇപ്രകാരമാണ് സൂര്യഭഗവാൻ വരം നൽകിയിട്ട് ഈ ത്രിലോകവും മടക്കിപ്പിടിച്ച് സിന്ധു വസിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നന്ദികേശ്വരൻ വരുന്നത് കണ്ടത്. ഏതായി വികൃത രൂപം എന്ന് നോക്കിക്കൊണ്ടിരുന്നു ഈ സിന്ധു. എന്നിട്ട് നന്ദികേശ്വരൻ വന്നിട്ട് സിന്ധുവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാന് കൈലാസത്തിൽ നിന്നും ദൂതുമായിട്ട് വന്നതാണ്. കൈലാസ ഭഗവാനായ ശ്രീ പരമേശ്വരന്റെ വാഹനമാണ് ഞാൻ നന്ദികേശ്വരൻ എന്നും അറിഞ്ഞാലും. ആരോടാ പറയണത്? സിന്ധുവിനോട്. മോചിപ്പിക്കാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ മോചിപ്പിക്കില്ല എന്ന് തീരുമാനിക്കുന്ന എല്ലാ ദേവന്മാരെയും ഇപ്പോൾ തന്നെ വേഗം തന്നെ മോചിപ്പിച്ചാലും എന്ന് പറഞ്ഞ് നന്ദികേശ്വരൻ പറയുമ്പോൾ ഒരു പുച്ഛഭാവത്തോടു കൂടി സിന്ധു നോക്കിയിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ വന്നത് ധൂതമായിട്ടായതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല. പക്ഷേ ദേവന്മാരെ മോചിപ്പിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ആര് പറഞ്ഞു? സിന്ധു പറഞ്ഞു. അങ്ങനെ ഇരിക്കെ നന്ദീശ്വരൻ പറഞ്ഞു, നിനക്ക് ഗണപതിയുടെ അല്ലെങ്കിൽ ഗണേശന്റെ എന്തറിയില്ല, ശക്തി അറിയില്ല. അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ ഇപ്രകാരം പറയാൻ കാരണം എന്നും നീ പറഞ്ഞു. ആര് പറഞ്ഞു? നന്ദികേശ്വരൻ പറഞ്ഞു. പിന്നെ രൗദ്രഭാവമേറിയ നീലകണ്ഠന്റെ മകനായ ഗണേശൻ സൈന്യത്തോടുകൂടി വന്ന് നിന്നെ നശിപ്പിക്കുകയും നിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്ത് നിന്നെ പരലോകത്തേക്ക് അയച്ചിടുമെന്നും നന്ദികേശ്വരൻ പറഞ്ഞതുകൂടി നന്ദികേശ്വരന്റെ കഴുത്തിൽ പിടിച്ച് സിന്ധു പുറത്താക്കി. ആരെ പുറത്താക്കി? സിന്ധു നന്ദികേശ്വരനെ പുറത്താക്കി. എന്നിട്ടോ നന്ദികേശ്വരൻ ചെന്ന് ഗണനായകനോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. എന്തു പറഞ്ഞു? ദേവന്മാരെ മോചിപ്പിക്കില്ല എന്നും ഗണനായകനോട് യുദ്ധത്തിന് വരാനും ആര് പറഞ്ഞു? നന്ദികേശ്വരൻ ഗണനായകനോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ സിന്ധു എല്ലാ ഒരുക്കുമാനങ്ങളും നടത്തി യുദ്ധത്തിന് വട്ടം കൂട്ടുമ്പോഴാണ് സിന്ധുവിന്റെ പിതാവ് ചക്രപാണി വരുന്നത്. ചക്രപാണി ഒരു സാധുവാണേ. ചക്രപാണി പറഞ്ഞു, അല്ലയോ പുത്ര, നീ യുദ്ധവും മാറ്റി സകല ദേവന്മാരെയും മോചിപ്പിച്ച് നിന്റെ ദുഷ്കർമ്മങ്ങളും മാറ്റിവെച്ച് നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറാ. അപ്പോൾ ഗണനായകൻ വന്ന് നിന്റെ സൗഹൃദത്താൽ നിനക്ക് ഏറ്റവും നല്ല വരവും നൽകി ഗണപതി തിരിച്ചു പോകും എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ട കോപിച്ച സിന്ധു എന്തു പറഞ്ഞു? അല്ലയോ പിതാവേ, താങ്കൾക്ക് ഇത്രയും കാലം ബുദ്ധിയും വിവരവും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അതെനിക്ക് ഇപ്പൊ തെറ്റി. ഇനി അങ്ങയെ ഞാൻ എൻ്റെ പിതാവായിട്ട് കാണില്ല എന്നും ആര് പറഞ്ഞു? സിന്ധു പറഞ്ഞു. രുദ്രാക്ഷവും മന്ത്രവും തന്ത്രവും ഒന്നും നമുക്ക് പറഞ്ഞിട്ടതല്ല, അതൊന്നും നമുക്ക് ചേരില്ല, നമ്മൾ രാക്ഷസന്മാരാണ് എന്ന് ആരോട് പറഞ്ഞു? ചക്രപാണിയോട് പറഞ്ഞു. എന്നാൽ അത് കേട്ട ചക്രപാണിക്ക് ഒരുപാട് സങ്കടമായി. പിന്നെ സിന്ധു ഒരു കാര്യം കൂടി പറഞ്ഞു, യുദ്ധത്തിന് പുറപ്പെട്ടാൽ യുദ്ധത്തിന് പുറപ്പെട്ടതാണ്, പിന്നെ അത് മാറില്ല. ശത്രുക്കളെ വെറുതെ വിടാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ കോപത്തോടു കൂടി പറഞ്ഞ് സിന്ധു യുദ്ധത്തിന് പുറപ്പെട്ടിട്ടോ അവിടെ എന്താ? ഗണനായകൻ അത്യധികം കോപത്തോടുകൂടിയും പുറപ്പെട്ട് സിന്ധുവിന്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നപ്പോഴോ സിന്ധു ഒരു പുച്ഛത്തോടെയും ഒരു പുഞ്ചിരിയോടെയും മഹാഗണപതിയെ കണ്ട് കളിയാക്കി ചിരിച്ചു. എന്തിനാ കളിയാക്കി ചിരിച്ചെന്നറിയോ? അല്ലയോ ബാലക, നീ വളരെ കുഞ്ഞാണ്, നിനക്ക് ഇപ്പോൾ യുദ്ധം ചെയ്യാനായിട്ടുള്ള പ്രായമൊന്നും ആയിട്ടില്ല, നീ വളരെ കുഞ്ഞാണ്, വളരെ കുഞ്ഞ്. നീ ഇപ്പൊ പോയി തൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് കിടന്നുറങ്ങിയാലും എന്ന് മഹാഗണപതിയെ കണ്ട് പുച്ഛിച്ച് കളിയാക്കിക്കൊണ്ട് സിന്ധു ഗണപതിയോട് പറഞ്ഞു. അത് കേട്ടുടൻ സിന്ധു ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ പറഞ്ഞതെന്നാണെങ്കിൽ, നിന്റെ പടകളെയെല്ലാം കൂട്ടിക്കൊണ്ടുപോയി
നിന്റെ പടകളെല്ലാം കൂട്ടിക്കൊണ്ടുപോയിട്ട് തിരിച്ച് നീ കൈലാസത്തിലേക്ക് പോയിക്കോളൂ, ഇല്ലെങ്കിൽ എല്ലാവരും ശലഭങ്ങളെ പോലെ തീകുണ്ടത്തിൽ വീണ് എരിയുമെന്നും സിന്ധു പറഞ്ഞു. ഇത് കേട്ട ഗണപതി അത്യധികം പുഞ്ചിരിയോടെ തന്നെ തിരിച്ചു മറുപടി പറഞ്ഞു. എന്താ, തൻ്റെ മരണം അടുത്തു എന്ന് കാണുമ്പോഴാണ് തനിക്ക് ഉള്ളിലൊരു പേടി വളരുന്നത്. ആ പേടിയോടെയാണ് നീ ഓരോരോ ദുഷ്കർമ്മങ്ങൾ ഇങ്ങനെ ഓരോന്നോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ചെയ്ത തെറ്റുകളും പ്രവർത്തികളും ഒന്നും ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് ഈ ത്രിലോകത്തിൽ നീ ചുറ്റും കറങ്ങി അടിച്ച് നടന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ദേവന്മാരെ തുരങ്കത്തിൽ അടച്ചിടുകയും ചെയ്യുമ്പോഴും ഞാനത് കണ്ടില്ല എന്ന് നടിക്കാനും എനിക്ക് കഴിയില്ല എന്ന് ഗണപതി പറഞ്ഞു. അങ്ങനെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ യുദ്ധത്തിനോട് എൻ്റെ കൂടെ പോരിടുക എന്നും കൂടി പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി, സിന്ധുവും ഗണപതിയും കൂടിയിട്ട് അങ്ങനെ യുദ്ധം തുടങ്ങി. കയ്യാങ്കളിയായി, ദേഹം തൊട്ടിലായി, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടും ഈ രണ്ടുപേരും അടങ്ങുന്നില്ല. അവസാനം ഗണപതി എന്ത് ചെയ്തു? ഗണപതി നേരെ ചെന്ന് സിന്ധുവിന്റെ കഴുത്തിൽ പിടിച്ച് ആ കുംഭം എറിഞ്ഞങ്ങോട്ട് പൊട്ടിച്ചു. അപ്പോഴോ ഇനി എന്താ, ഇനി നമുക്ക് സിന്ധുവിനെ കൊല്ലാലോ. അങ്ങനെ ഗണപതി ഒരു ശരത്താൽ എയ്ത് സിന്ധുവിനെ അങ്ങോട്ട് കൊന്നു. എന്നിട്ട് എന്തായി? ഈ ദേവന്മാരെ എല്ലാവരെയും മോചിപ്പിച്ച് സകല ദേവന്മാരും ഗണപതിയുടെ പടകളെല്ലാം കൂടി കൈയടിച്ച് ആഘോഷിച്ച് പാട്ടും പാടി എങ്ങോട്ട് ചെന്നു? കൈലാസത്തിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോഴോ മുഴുവൻ കല്യാണമയം. ആലവട്ടവും മയിലാട്ടവും എല്ലാം ഉണ്ട്. വേലി കഴിക്കാൻ തയ്യാറെടുക്കുന്ന സിദ്ധിയും ബുദ്ധിയും. സുന്ദരിയായ രത്നങ്ങളാണ് കേട്ടോ അവർ രണ്ടുപേരും. അത്രയും സുന്ദരിമാരാണ് സിദ്ധിയും ബുദ്ധിയും. അങ്ങനെ പാർവതി ദേവിയും മഹാദേവനും ബ്രഹ്മാവും സരസ്വതിയും നാരായണനും ലക്ഷ്മണനും സകല ദേവന്മാരും സകല ഭൂതഗണങ്ങളും സകലവരും നിന്ന് ആർപ്പോ വിളിച്ച് സകലവരും അത്യന്തികം സന്തോഷത്തോടുകൂടി ആരുടെ വിവാഹം നടത്തി? ഗണേശന്റെ വിവാഹം നടത്തി. കൊട്ടും പാട്ടും എല്ലാം കൂടിയിട്ട് എല്ലാവരും അത്യധികം സന്തോഷത്തോടുകൂടി ഈ വിവാഹം അങ്ങോട്ട് നടത്തി. ശിവനും പാർവതിയും ചേർന്ന് മാലകൾ ഗണപതിക്ക് കൈമാറിയപ്പോൾ സിദ്ധിയും ബുദ്ധിയും ഗണപതിയെ മാല ചാർത്തി. അങ്ങനെ ഗണപതിയും തിരിച്ച് സിദ്ധിക്കും ബുദ്ധിക്കും മാലകൾ ചാർത്തി അവരുടെ വിവാഹം അവിടെ പൂർത്തീകരിച്ചു. അങ്ങനെ പാർവതിയുടെ ആഗ്രഹം പോലെ ഗണേശന്റെ വിവാഹം അത്യധികം ആർഭാടമായി തന്നെ നടന്നു? കല്യാണം നടന്നു. അങ്ങനെ കൈലാസത്തിൽ അന്നൊരു ഘോഷമായി തീർന്നിരിക്കുന്നു. ആ ഒരു രാത്രിയും പകലും ഒക്കെ ആയുള്ള ദിവസം അന്ന് അത്യധികം സന്തോഷത്തോടു കൂടിയും എല്ലാവരും വസിച്ചു. ഭ്രമരീ മുഗരീ കൃതൗ മുഗരീ കൃതീ കൃതൗ ഭൂരേ ഭ്രമരം